ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കുണ്ടല്ലോ വെണ്ടയ്ക്ക കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/4 കിലോ വെണ്ടയ്ക്ക വട്ടത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങയും ഒരു പച്ചമുളകും, പിന്നെ അതിന് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാവേ. പിന്നെ തൈരും. അപ്പം നമുക്കിത് ആദ്യം ഇതൊന്ന് കുറച്ച് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മളിത് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഒന്ന് വറുത്ത് കോരുന്ന പോലെ വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയേ. ആ കൂട്ടി നമുക്ക് ഇതൊന്ന് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പം ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. ഉണ്ടല്ലോ, ഇപ്പോൾ ഇതേ അരച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. 1/2 സ്പൂൺ കടുക് ഇട്ട് ഒന്ന് കറക്കി എടുക്കാവേ. ഉണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്ന് കടുക് താളിക്കാനുള്ള എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അതിന് നമുക്ക് അതിനകത്തേക്ക് കരിയാപ്പിലയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. മൂത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, ഒന്ന് പച്ചമണം മാറാനായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ഈ സമയം ഈ അരപ്പ് മൂപ്പിക്കുന്ന സമയം നമുക്ക് അതിനാവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ അരപ്പ് വെള്ളമൊക്കെ പറ്റിയായിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം ആ പച്ചച്ചോവ ഒന്ന് മാറാൻ വേണ്ടി മാത്രം ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ചു കൊടുക്കാവേ. തൈര് ഒഴിച്ച് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് വാട്ടി വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഇടാം കേട്ടോ. ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി റെഡി കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വിഷുവൊക്കെ എല്ലാവരും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.